ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കണ്ണൂരിലെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ണൂരപ്പം, കണ്ണൂർ ഉണ്ണിയപ്പം എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നെയ്ച്ചോറിൻ്റെ ചെറിയ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറിൻ്റെ അരി തന്നെ വേണമെന്നില്ല കേട്ടോ, സാധാരണ പച്ചരി ആയാലും കുഴപ്പമില്ല. നെയ്ച്ചോറിൻ്റെ അരിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഏതായാലും 1 കപ്പ് എടുക്കുക. അതുപോലെ വെള്ളമൊക്കെ വാർന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വേവിച്ച ചോറ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചരിയുടെ ചോറാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതും 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ 1 കപ്പ് പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഓരോ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിളാക്കിയാൽ മതി. ഇനി അതുപോലെ ഒരു കദളിപ്പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കും. ഏലക്ക പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കുക. 1/2 കപ്പ് വെള്ളം, ഞാനെല്ലാം മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു കാര്യവും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ആ ഒരു നേരത്തെ എടുത്ത സെയിം കപ്പിൽ തന്നെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദയൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു 1/2 കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ഉണ്ണിയപ്പം അതുപോലെ നെയ്യപ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കുന്നതല്ല. ഇത് നമ്മളൊരു 8 മണിക്കൂർ മൂടി വെച്ചിട്ട് മാറ്റി വെക്കണം. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാൻ രാവിലെ ആയിരുന്നു കേട്ടോ അരച്ച് വെച്ചത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും സമയത്തിന് ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചുട്ടെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. 8-9 മണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ അരച്ച് വെച്ചാൽ മാത്രമാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ പുളിമണം വരുന്നൊന്നുമില്ല, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഫുള്ള് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലുള്ള ചട്ടി ഇല്ലെങ്കിൽ സാധാരണയുള്ള ചീനച്ചട്ടി അങ്ങനെയുള്ള ചട്ടി ആയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് മാവ് ഇതിൻ്റെ അകത്തോട്ട് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഓരോന്നിൻ്റെ അകത്തും ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണക്ക്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഫുള്ളായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ അടിഭാഗം നല്ലോണം ഡാർക്ക് ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലുള്ളൊരു സ്ക്യൂർ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളറ്. ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഒരു ക്രീമിഷ് ആ ഒരു കളറായിട്ടും അടിഭാഗം നല്ലോണം ഡാർക്ക് കളറായിട്ടും അങ്ങനെയാണിത് ഉണ്ടാകാറ്. ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിഭാഗം കുറച്ച് ഡാർക്കായിട്ടും മുകൾ ഭാഗം കുറച്ച് ലൈറ്റായിട്ടും ആ ഒരു കളറിലാണ് കേട്ടോ ഉണ്ടാകാറ്. ഇത് നമുക്കിതുപോലെ ഓരോന്നായിട്ട് മാറ്റിയിട്ട് ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ശർക്കര ചേർത്തിട്ടുണ്ടാക്കുന്ന ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റേ അല്ല ഇത്. ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ചെയ്ത് നോക്കൂ, ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകൾ ഭാഗം ലൈറ്റ് കളറും അടിഭാഗം ഡാർക്ക് കളറും ആ ഒരു രീതിയിലാണ് ഇത് കാണാറുള്ളത്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരെണ്ണം കാണിച്ചു തരാം. ചൂടുണ്ട് കേട്ടോ, ചെറിയ നല്ലോണം ചൂടാറിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.